ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി. ക്രിസ്മസ് സ്മരണകളുടെ കേന്ദ്ര ബിന്ദുവായ സമാധാന പ്രഭുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അത്ഭുത ജനനം അനുഗ്രഹത്തിന്. ജനിച്ചു വളർന്ന് മഹാന്മാരായി തീർന്നവരാണ് സാധാരണയായി സ്മരിക്കപ്പെടുന്നത്. ജനിക്കുന്നതിന് മുമ്പ് നാം ഉണ്ടായിരുന്നില്ല. ഞാനിതാ ജനിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നാം ആരും ജനിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ച ദൈവമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. വചനം ജഡമായി തീർന്നു എന്നാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 1:14. ക്രിസ്തു ശിഷ്യനായിരുന്ന യോഹന്നാൻ എഴുതുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടുന്ന് ആദിയിൽ ദൈവത്തോടുകൂടി ആയിരുന്നു. സകലവും ക്രിസ്തു മുഖാന്തരം ഉളവായതൊന്നും ക്രിസ്തുവിനെ കൂടാതെ ഉളവായതല്ല. ക്രിസ്തുവിൽ ജീവനുണ്ടായിരുന്നു. ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:1-4 തിരുവചനങ്ങൾ. അപ്പോൾ ദൈവമായിരുന്ന വചനം മനുഷ്യ ശരീരം എടുത്ത് മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അവിടുന്നാണ് യേശു ക്രിസ്തു. മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയാതിരുന്ന ദൈവം മനുഷ്യർക്കേവർക്കും കാണുവാനും സമ്പർക്കം പുലർത്തുവാനും കഴിയത്തക്കവണ്ണം ഒരു മനുഷ്യനായി തീർന്നു. ആ അത്ഭുത സംഭവമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം. ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് യേശുവിനെ അയച്ചു എന്ന അപ്പസ്തോലിക സന്ദേശം ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്കെല്ലാം ആശ്വാസമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 3:26. ഈ ആഗമന ലക്ഷ്യം മാനവരക്ഷയായിരുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 1:15. ലോകത്തിൽ വന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. ആ വരവിന് പ്രത്യേക ഉദ്ദേശവും ഉണ്ടായിരുന്നു. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്നും ഉണ്ടായവരാണ്. യേശു ക്രിസ്തുവോ ഈ ലോകത്തിലേക്ക് വന്നവനാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 3:13. മനുഷ്യർ ആരും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവരല്ല. സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിച്ച് അതിനായി അധ്വാനിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ക്രിസ്തുയേശു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. ആ വരവിൻ്റെ ലക്ഷ്യം മനുഷ്യവർഗത്തെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു. ആ വരവ് അത്ഭുതകരമായൊരു വരവായിരുന്നു. കന്യക ജനനത്തിലൂടെ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. കന്യകയായിരിക്കുന്ന മറിയയോട് ദൈവദൂതൻ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, അത്ഭുത ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കന്യകയായ മറിയ ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? സാധാരണ മനുഷ്യജന്മമല്ല, മനുഷ്യർ ജനിക്കുന്നത് പോലെയല്ല ക്രിസ്തു ജനിച്ചത്. ക്രിസ്തു പിതാവായ ദൈവം ഒരുക്കിയ ശരീരം കൊണ്ട്, അതായത് എബ്രായ ലേഖനം 10:5 നമ്മൾ വായിക്കുന്നു, ദൈവമേ അങ്ങ് എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ആത്മാവായിരുന്ന ദൈവം സ്വർഗമൊരുക്കിയ ശരീരം സ്വയം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവായിരിക്കുന്ന ദൈവം മനുഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മറിയയിൽ സ്വയമായിട്ട് ജനിച്ചു. അതിനാരുടെയും സഹായം ആവശ്യമായിരുന്നില്ല. സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ ജനനം. നാം വായിക്കുന്നു ലൂക്കോസ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളിൽ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിച്ചപ്പോൾ ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, ദൈവീകമായ ശക്തി,
ആ ത്രിയേക ദൈവത്തിൻ്റെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദിവ്യമായ ശക്തിയാൽ ദൈവം തന്നെ സ്വയമായി ഒരു ശരീരം സ്വീകരിച്ച്, മനുഷ്യത്വം സ്വീകരിച്ച് കന്യകയിൽ ജനിച്ചു. അതാണ് കന്യകാജനനമെന്ന് ബൈബിൾ പറയുന്നത്. അവിടുന്ന് ഉത്ഭവിച്ച വിശുദ്ധ പ്രജയാണ്. ലോകത്തിലുള്ള എല്ലാവരും ഉത്ഭവിപ്പിക്കപ്പെട്ടവരാണ്, മാതാപിതാക്കന്മാരാൽ ജനിപ്പിക്കപ്പെട്ടവരാണ്. പക്ഷേ വിശുദ്ധ ബൈബിൾ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ന്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യന് തന്നെത്താൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ സാധിക്കാത്തതുകൊണ്ട് മനുഷ്യനെ അന്വേഷിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ലോകരക്ഷിതാവ് എന്ന് ബൈബിൾ പറയുന്നത്. പാപത്തിന് സകല മനുഷ്യർക്കും നീതിമാനായ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ പാപശിക്ഷ താങ്കൾക്ക് പകരം ഏറ്റെടുത്ത് മരിക്കാനാണ് ക്രിസ്തു ജനിച്ചതെന്ന് അറിഞ്ഞില്ലേ? ജീവിതത്തിലെ അതിപ്രധാനമായ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്നെങ്കിലും നാം ഉത്തരം പറയേണ്ടി വരും. അത് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ആയിക്കൂടെ? ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് താങ്കളുടെ ഹൃദയത്തിൽ കടന്നു വരുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അറിയാവുന്ന വാക്കുകളിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമെങ്കിൽ അതിൻ്റെ അനന്തരഫലം അത്ഭുതകരമായിരിക്കും. അനുതാപ കണ്ണീരിനകമ്പടിയോടെ പ്രാർത്ഥിക്കുക. അത്യുന്നതനായിരിക്കുന്ന ദൈവമേ, അകൃത്യങ്ങൾ അകറ്റി എന്നെ ശുദ്ധീകരിക്കണമേ, പാപമോചനം നൽകണമേ. അനിവാര്യമായ ആന്തരിക രൂപാന്തരത്തിന് അങ്ങ് അടിയനിൽ വന്ന് അധിവസിക്കണമേ. അവിടുത്തെ മകനായി മകളായി അംഗീകരിക്കണമേ. താങ്കളുടെ സത്യാന്വേഷണത്തിൻ്റെ സമാപ്തി ക്രിസ്തുവിൽ, സമാധാനാന്വേഷണത്തിൻ്റെ സമാപ്തിയും യേശുക്രിസ്തുവിൽ കണ്ടെത്താം. സ്വാതന്ത്ര്യ അന്വേഷണത്തിൻ്റെ സമാപ്തിയും നസ്രായനായ യേശുക്രിസ്തുവിൽ കണ്ടെത്തുക. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്വത്തിൻ്റെ അവസാനം, സമാപ്തി സമാധാനപ്രഭുവിൽ കണ്ടെത്താം. പ്രജാവേഷത്തിലെ മഹാരാജനെ അന്ന് അന്വേഷിച്ചു വന്ന അന്നത്തെ ജ്ഞാനികൾ മണലാരണ്യത്തിൻ്റെ കനൽ വീഥികൾ താണ്ടി, സങ്കടങ്ങളുടെ ചാവുകടൽ നീന്തി, ബത്ലഹേമിൻ്റെ പാതിരാക്കാറ്റിൽ ഉലഞ്ഞു. എന്തിനു വേണ്ടി? അന്വേഷണാന്ത്യം ആഘോഷിക്കുവാൻ. അകൃത്യങ്ങളുടെ അടിമകളായിട്ട് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പാപമോചനവും നൽകുന്ന അത്യത്ഭുത അവതാരമായ ക്രിസ്തു താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ.